ചെല്ലാനത്തുകാരുടെ കണ്ണീർ തുടച്ചു. പുഞ്ചിരി വിതച്ച പദ്ധതിയാണ് ആധുനിക സീവാൾ. ആദ്യഘട്ടത്തിൽ 347 കോടി രൂപ മുടക്കിയാണ് 7.5 കിലോമീറ്റർ പെട്രാപോഡ് സ്ഥാപിച്ചത്. ദുരിതക്കയത്തിൽ ജീവിച്ച ഒരു കൂട്ടം മനുഷ്യർക്ക് പ്രതീക്ഷയായത് കിബി പദ്ധതിയാണ്. ചെല്ലാനം അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഭീതിജനകമായ ദൃശ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക. കാരണം ഒരു കാലത്ത് ചെല്ലാനം ചർച്ച ചെയ്യപ്പെട്ടത് ആ ദൃശ്യങ്ങളിലൂടെ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യത്തെ കടലുകയറ്റം കഴിഞ്ഞ് ഞങ്ങൾ വെള്ളത്തിൽ കിടക്കണമായിരുന്നു. ഞങ്ങളുടെ പേരെല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ CRSകാർ ഞങ്ങൾക്ക് വരവേച്ച് തന്നു. അതും കഴിഞ്ഞ് അതിനും പോയി കടൽ കയറി. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് വെച്ചേക്കണതാണ് ഇപ്പോൾ. കാലം മാറി, ചരിത്രം മാറി, ചെല്ലാനവും ചെല്ലാനത്തുകാരുടെ ജീവിതവും ആകെ മാറി. മാനം കറുത്താൽ കരതൊടാനെത്തുന്ന കടലിനെ പേടിച്ചു കഴിഞ്ഞ കാലം ചെല്ലാനത്തുകാർ മറന്നു തുടങ്ങി. നമ്മളെ ഈ സർക്കാർ വന്നതിന് ശേഷം ചെല്ലാനത്തെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ടെട്രാപോഡ് ഉള്ള കടൽ ഭിത്തി ഉണ്ടാക്കി തന്നു. ഇപ്പോൾ ആൾക്കാർ സമാധാനത്തോടെ സന്തോഷത്തോടെയാണ് കിടന്നുറങ്ങുന്നത്. കാരണം നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. കിഫ്ബിയുടെ 347 കോടി രൂപ ഉപയോഗിച്ചാണ് ചെല്ലാനത്ത് 7.5 കിലോമീറ്ററോളം ടെട്രാപോഡ് വിരിച്ചത്. ഇനി അടുത്ത ഘട്ടമുണ്ട്. 406 കോടി രൂപയാണ്. ഇതുകൂടി പൂർത്തിയാകുന്നതോടെ ചെല്ലാനത്തെയും കണ്ണമാലിയിലെയും എല്ലാം കടലുകയറ്റ പ്രശ്നം പൂർണ്ണമായും അവസാനിക്കും. കടലുകയറ്റത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടിരുന്നത് സ്ത്രീകളായിരുന്നു. അതെല്ലാം പഴങ്കഥയായി. ഇപ്പോൾ കുറഞ്ഞ കാലയളവിൽ ഒരു മാനസിക സമ്മർദ്ദമൊക്കെ എല്ലാവരുടെയും കുറഞ്ഞ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ ഈ ക്യാമ്പിലേക്കൊക്കെ പോകുമ്പോഴുള്ള അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ പീരീഡ്സൊക്കെ ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പോൾ ആരെയും അലട്ടുന്നില്ല. പിന്നെ ഈ ടെട്രാപോഡ് വന്നത് വലിയൊരു സമാധാനം തന്നെയായിരുന്നു. കടലുകയറ്റം കൊണ്ട് മാത്രം ചെല്ലാനത്തെ പലരും അകറ്റി നിർത്തിയിരുന്നു. ഇന്ന് അതേ ചെല്ലാനത്തെ കാണാൻ ആളുകളുടെ കുത്തൊഴുക്കാണ്. ഇപ്പം ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഇങ്ങോട്ടിപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നാലും സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് കിടക്കാം. ഞങ്ങൾക്ക് ഉറക്കമില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ സുഖമായിട്ടൊന്ന് സമാധാനത്തോടു കൂടി ഉറങ്ങുന്ന ഒരു അവസ്ഥയാണ്. ചെല്ലാനത്ത് കടൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്. പ്രത്യേകിച്ച് അവരുടെ പുസ്തകങ്ങളൊക്കെ വെള്ളത്തിലാകുന്ന ഒരു നിത്യ കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊന്നും ഇല്ല. അവരൊക്കെ ഈ വാക്ക് വേ അവർ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ വാക്ക് വേ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. വേറൊരു വൈബിലേക്ക് ചെല്ലാനം മാറി. ഇപ്പോൾ വാക്ക് വേ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ രാത്രി വൈകുന്നേരം മഴ നടക്കാനാണെങ്കിലും അത്യാവശ്യം വീതിയിലുണ്ട്. നമുക്ക് ഹാർബർ നടക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പരിപാടിയൊക്കെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പാർട്ടി വന്നിട്ട് എല്ലാം പൊളിയായിട്ടുണ്ട്. പശ്ചിമ കൊച്ചിയിലെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതാണ് കിഫ്ബിയുടെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ടൂറിസം മേഖലക്കടക്കം പുത്തൻ ഉണർവുണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. ചെല്ലാനത്ത് നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.